national flag and pledge our allegiance to the same. Its honor and its glory depend upon the zeal and activity with which each one of us will shoulder one's responsibilities of a good citizen. Its history, written in letters of gold, inspires us to put in work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its course shall be our course, and that each individual amongst us shall make genuine efforts to add to its luster and glory and make it fly proudly aloft in the committee of nations. Jai Hind. President Lion T.L. Joseph, first Vice District Governor elect ചെയ്യപ്പെട്ട ലയൺ PMJF പ്രിൻസ് കറിയ, നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ സന്തോഷ് ജോയ്, ക്ലബിൻ്റെ സെക്രട്ടറി ലയൺ ഷാജി മോൻ ജോസഫ്, ട്രഷറർ ഷാജി ജോസഫ്, അഡ്മിനിസ്ട്രേറ്റർ ലയൺ ടോൺ സെബാസ്റ്റ്യൻ, നമ്മുടെ സമീപ പ്രദേശത്തെ വാർഡുകളിൽ നിന്നും എലക്ട് ചെയ്യപ്പെട്ട് പഞ്ചായത്ത് മെമ്പറായി എത്തിച്ചേർന്നിരിക്കുന്ന 15-ാം വാർഡിൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഹരിപ്രകാശ് സാർ, 17-ാം വാർഡിൻ്റെ പ്രതിനിധിയായി എത്തിയിരിക്കുന്ന ഷാജി ജോസഫ്, 18-ാം വാർഡിൽ നിന്നും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട മിസ്സസ് രാജമ്മ തങ്കച്ചൻ, 19-ാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അമ്പിളി പ്രദീപ്, മറ്റ് ഈ ലയൺസ് ക്ലബിൻ്റെ മാതാന ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികളെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, 3 വർഷക്കാലം നമ്മൾ ഒത്തൊരുമയോടുകൂടി നിന്ന് പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഈ ക്ലബിന് ഡിസ്ട്രിക്റ്റിൽ തന്നെ നല്ല ഒരു പേരുണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അഭിമാനകരമായ ഒരു നിമിഷം കൂടി. Let me introduce MJF Lion Prince Sakriya. Born 1971 at Kumaragam, Kallarakal family, MJF Lion Prince Sakriya, after his school and college education, took D.Pharm from PES College of Pharmacy, Bangalore. MJF Lion Prince Sakriya joined Lionism as charter member of Lions Club of Kottayam Central in the year 2010. In the club level, he held the post of 2nd VP, 1st VP, LCIF coordinator and president. Based on his performance in the club level, he was appointed in the district cabinet and served as DC, Zone Chairperson, DC Sports, Region Chairperson, District Secretary and GMT Coordinator 2017-18. Namaste. തിരിച്ച് നമസ്തേ ഒന്നുമില്ലേ? എല്ലാവരും വളരെ സീരിയസ് പോയി. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണമാണ്, അതോ ന്യൂ ഇയർ ആകുമ്പോൾ നിങ്ങളുടെ തയ്യാറെടുപ്പാണ്. നമസ്തേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാം? എല്ലാവരും പറയാറുണ്ട് നമസ്തേ എന്ന്. ഐ റെസ്പെക്ട് ദി ഡിവൈൻ ഇൻ യു, നിങ്ങളിലുള്ള ദിവ്യത്വത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്നാണ് നമസ്തേ എന്ന് പറഞ്ഞാൽ. താങ്ക് യു ഫോർ giving an opportunity to visit Manana Lions Club as first Vice District Governor of District Riyoni. Most respected Chairman of the meeting, Lion T.L. Joseph, elected Panchayat members, Lions, Lioness, Leos, and invited guests. Mananam Lions Club activities ഏതാണ്ട് ശൈശവദിശയും ബാല്യകാലമൊക്കെ പിന്നിട്ട് യുവത്വത്തിലേക്ക് വന്നിരിക്കുക. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇവിടെ നിറച്ച ആൾക്കാരാണ്. ലയൺസിനേക്കാളും കൂടുതൽ ലയണസാണ്. ഫാമിലി ക്ലബ്ബ് ഇപ്പം അടുത്ത കാലത്ത് കാണാനായിട്ട് കിട്ടുന്നില്ല. മെമ്പേഴ്സ് വരുന്നുണ്ടെങ്കിലും ഇത്രയധികം പ്രാതിനിധ്യം ലേഡീസിൻ്റെ ഭാഗത്തുനിന്നും ലിയോസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് പ്രത്യേകം ഞാൻ പ്രസിഡന്റിനെയും ടീമിനെയും അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു. കൺഗ്രാജുലേഷൻ ടു മാനാന ലയൺസ് ക്ലബ് ഫോർ ദി വണ്ടർഫുൾ ആക്ടിവിറ്റീസ് യു ആർ ഡൂയിങ് ഫോർ മാനാന. വളർന്നു വരുന്ന ഒട്ടനവധി സ്റ്റുഡൻസ് ഇവിടെയുണ്ട്, ലിയോസ്. ഇവർക്കൊക്കെ നമ്മൾ പേരൻസ് എന്ന നിലയിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ മാതൃകയാണ് സാർ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന അവരിൽ ചെയ്യുന്ന അല്ലെ അയൽക്കാർക്ക് ചെയ്യുന്ന സർവീസ് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കളിൽ അറ്റ്ലീസ്റ്റ്
തീർച്ചയായിട്ടും അവർ കണ്ടുപിടിച്ചത് നമ്മുടെ സർവീസ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരിക്കലും പ്രായാധിക്യത്തില് അവർ കഴിയില്ല, അവർ ശക്തമായി നമ്മളോട് ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു ചെറിയ ഒരു ഹെൽപ്പ്, നമ്മളിപ്പോൾ സാമ്പത്തിക സ്ഥിതിയിലാണ് എല്ലാവരും, അപ്പൊ അതിൻ്റെതായിട്ട് അതിന്റെ പരിഗണനയും വെച്ചാണ് ചെറിയൊരു സാമ്പത്തിക സ്ഥിതി വന്നതുകൊണ്ട് അവർക്ക് നമ്മളെ കഴിയാവുന്ന ഒരു സഹായം കൊടുക്കുന്നതാണ്. Happy birthday to you. നേരത്തെ പറയണമായിരുന്നു, ഇന്ന് ഈ പരിപാടി മാത്രമേ പിന്നെ കണക്ക് റിപ്പോർട്ടും അവതരിപ്പിച്ചു. അംഗങ്ങളുടെ സംശയങ്ങൾ തീർത്ത് റിപ്പോർട്ട് കണക്ക് കൈയോടുകൂടി പാസാക്കി. തുടർന്ന് പ്രസിഡന്റ് 15/11/2020 നേരത്തെ വന്ന 5 അംഗങ്ങൾക്ക് സമ്മാനം നൽകി. തുടർന്ന് അദ്ദേഹത്തിന് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പുതിയതായി വന്ന 3 മെമ്പർമാരെ ക്ലബ്ബ് മെമ്പർമാർക്ക് അദ്ദേഹത്തിന്റെ നർമ്മ ശൈലിയിൽ വളരെ സന്തോഷത്തോടെ പരിചയപ്പെടുത്തി. ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടറൊക്കെ ആയിട്ട് ഞാൻ പരിചയപ്പെടുമ്പോഴത്തേന് ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഞാനൊരു പ്രത്യേക എന്നോടൊരു സ്നേഹം കാണിച്ചിട്ടുണ്ട്. അതങ്ങനെ കിടക്കട്ടെ. ഏക്കാലും എനിക്ക് വേറെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ നമ്മളോട് വന്ന് നല്ല രീതിയിൽ പ്രസംഗങ്ങളൊക്കെ പറഞ്ഞു പോയി. അദ്ദേഹത്തെ നമ്മൾ യാത്രയാക്കി. വീണ്ടും നമുക്കിവിടെ ഇരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ, ഞങ്ങൾ അംഗസ്നേഹമായിട്ട് പരിചയപ്പെട്ടതാണ്. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു മീറ്റിങ്ങിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെടുകയാണ്. പക്ഷെ അത് ഭയങ്കരമായ ഒരു സ്നേഹമായിട്ട് പിന്നെ ഞങ്ങൾ വളർന്നു. അന്ന് തൊട്ട് ഇന്ന് രാവിലെ വരെ ഞങ്ങൾ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഇത് ഒരു ദിവസം പോലും മുടക്കം വന്നിട്ടില്ല. അപ്പോൾ എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്, ശരിക്കും ആണുങ്ങൾക്ക് ആണുങ്ങളെ സ്നേഹിക്കാൻ പറ്റും. ഞാൻ ഓർത്ത് പെണ്ണുങ്ങളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആണുങ്ങളുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേക മാതിരിയുണ്ട്. അതിനകത്ത് വേറെ പിണക്കങ്ങളില്ല. അയ്യോ ഇന്ന് എന്നെ വിളിച്ചില്ലല്ലോ, ഇന്ന് അവളെയല്ലേ വിളിച്ചത്, അങ്ങനത്തെ പിണക്കങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊരു നല്ല ആണുങ്ങളെ സ്നേഹിക്കുന്നത് നല്ലൊരു സുഖമുള്ള ഇതാണ്. നിർമ്മലമായ ഒരു സ്നേഹമാണ്. ഡോക്ടറിനെ നമുക്കറിയാം, മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. 40 വയസ്സ് പോലും തോന്നിക്കുകയില്ല, 40 വയസ്സുണ്ട്. പക്ഷെ ആ പ്രായത്തിൽ തന്നെ തെളിയിക്കപ്പെടാത്ത പല കേസുകളും നമുക്കറിയാം. ഫോറൻസിക് എന്ന് പറയുന്നത് വേണമെങ്കിൽ ലക്ഷങ്ങളല്ല കോടികൾ കൈയിട്ട് എടുക്കാവുന്ന ഒരു ഫീൽഡാണിത്. അങ്ങനത്തെ യാതൊന്നുമില്ല. അതിന് നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് ഡോക്ടർ ചെയ്യുന്നത്. അതിനകത്ത് പൈസയ്ക്ക് മറിയാനാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ, അങ്ങനത്തെ നല്ല അഴിമതിയുടെ കറ പുലരാത്ത കയ്യിൽ പറ്റാത്ത ഒരു ഡോക്ടറാണ് അദ്ദേഹം. പ്രഗത്ഭനാണ്, അല്ലെങ്കിൽ ആ പുള്ളിക്കാരന് അതിനുള്ള കഴിവുണ്ട്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ എൻ്റെ പേരും അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ഒരു സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. രാജമ്മ എൻ്റെ സൺഡേ സ്കൂളിൽ എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ ഒരുമിച്ചൊക്കെ വേദപാഠം പഠിച്ചതാണ്. ഇപ്പം രാജമ്മ എന്നാണേലും നല്ലൊരു രീതിയിലേക്ക് വന്നു. അതൊരു എല്ലാവരുടെയും മെമ്പറാകുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ പരിപാടിയല്ല അത്. കാരണം ഞാനിപ്പോൾ ഏത് സ്ഥാനത്താണെങ്കിൽ പോലും എനിക്ക് പോലും ഒരു മെമ്പറാകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവർ ആ സ്ഥാനത്ത് വന്നിരിക്കുന്നവരെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ ഞങ്ങൾ 3 പേരും പ്രതിനിധാനം ചെയ്യുന്ന 19-ാം വാർഡിലെ
മെമ്പറാണ് അമ്പിളി. എനിക്ക് തോന്നുന്നു അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ച ഒരേ ഒരാളാണോ? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ച ഒരേ പഞ്ചായത്തിലെ ഒരേ ഒരു നക്ഷത്രം ആളാണ് നമ്മുടെ അമ്പിളി. അത് നല്ലൊരു ആ അമ്പിളിയുടെ വിജയത്തിന് പിന്നിൽ എനിക്ക് തോന്നുന്നത് ഹാർഡ് വർക്കായിരുന്നു. എന്നോട് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇപ്പോൾ 12 കിലോകളും കുറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പത്തെ രൂപം നമുക്കറിയത്തില്ല. എന്തായാലും അതുപോലെ ഓരോ വീട്ടിലും 3-4 പ്രാവശ്യം കയറി ഇറങ്ങിയത് അവരെ കണ്ട് അവരുടെ കാര്യങ്ങൾ, അതിലാണ് അതിൻ്റെ അകത്ത് കാര്യമിരിക്കുന്നത്. ആൾക്കാരിൽ ക്യാൻവാസ് ചെയ്ത് അവരെ കണ്ട് അവരുടെ ദുഃഖങ്ങളിൽ അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്ന് ഇനി അവരിൽ ഒരുവളായിട്ട് ജീവിക്കാനാണ് അമ്പിളി ആഗ്രഹിക്കുന്നത്. അമ്പിളിനെ ഈ അവസരത്തിൽ എൻ്റെ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിലും ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി പറയുവാനും അവരുടെ കഴിവുകൾ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ വാർഡിന് വേണ്ടി വിനിയോഗിക്കാൻ അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. അതുപോലെ നിങ്ങളും അതിനകത്ത് ബന്ധപ്പെടുക. അതുപോലെ തന്നെ പറയേണ്ടത് നല്ല ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ നമ്മൾ പങ്കുചേരുക. തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു. കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു. മിഴിനട്ടു നിന്നൊര പാടത്തിൻ മാറിൽ അളവറ്റ സ്വപ്നങ്ങൾ തൂകി. മാർമുടി കെട്ടിൽ നിന്നൂർന്നൊരു നടവില്ലിൻ വർണ്ണങ്ങൾ വാനിൽ. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ. ബഹുമാനപ്പെട്ട ലയൺസ് ക്ലബ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട വാർഡ് മെമ്പർ, മാന്നാർ ലയൺസ് ക്ലബ് കുടുംബാംഗങ്ങൾ, ആദ്യം തന്നെ എന്നെ ഇവിടെ ക്ഷണിച്ചതിന് എല്ലാ ഭാരവാഹികളും പ്രത്യേകിച്ച് ജോസാറിനോട് ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമത്തെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ സമയക്ലിപ്തതയാണ്. ഒരാൾ എത്ര മിനിറ്റ് സംസാരിക്കണമെന്ന് നേരത്തെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഈ +1 പഠിക്കുമ്പോൾ കുറേ പ്രസംഗിക്കുമായിരുന്നു, സമ്മാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഗെറ്റ് ടുഗദേഴ്സ് വരുമ്പോഴാണ് എൻ്റെ പ്രസംഗങ്ങളൊക്കെ ബോറാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. ഒരുപാട് പേരെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഉപദ്രവം ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും. പിന്നെ ഞാൻ ആലോചിച്ചത് ഞാൻ എന്താ നിങ്ങളോടൊക്കെ പറയാമെന്ന്. ഞാൻ നിങ്ങളൊക്കെ എന്നെക്കാളും സുപ്പീരിയറായിട്ട് കാണുന്നത്. ഇപ്പോൾ ലയൺസ് ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്ത് ഇത്രയധികം ചാരിറ്റി ചെയ്യുന്ന നിങ്ങളോട് ഞാനിപ്പോൾ എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. കാരണം എന്നെക്കാളും വലിയ ആളുകളാണ് നിങ്ങളൊക്കെ. നിങ്ങളൊന്നും എനിക്കെന്തെങ്കിലും പഠിക്കാനേ ഉള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളോട് പ്രായം കൊണ്ടെങ്കിലും കുറച്ച് കുറവായ കുറച്ച് പിള്ളേരോട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു 25 വയസ്സിന് താഴെ. അപ്പോൾ എൻ്റെ ചോദ്യം എന്താ? ഞാനൊരു ഫോറൻസിക് സർജനാണ്, ഇനി പോലീസ് സർജനാണ്. ഐ ഡു ഓട്ടോപ്സീസ് എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്മോർട്ടം ചെയ്യും. ഒരു 1000-ലധികം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കെവിൻ കേസ്, ഇനി ഇന്നലെ നമ്മുടെ സിനിമാ നടൻ അനിൽ പി നെടുമങ്ങാട്, ഒരുപാട് കേസുകൾ. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് സത്യമെന്ന് തോന്നും. അങ്ങനെ ചില കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായ 3-4 കാര്യങ്ങൾ പറയാം. ഒന്നാമത് 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു 25 വയസ്സ് വരെ നമ്മൾ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടാണ്, തലച്ചോറ് കൊണ്ടല്ല. മനസ്സിലാക്കുക. ഒത്തിരി കേസുകൾ കണ്ടെന്ന് പറയുകയാണ്. 25 വയസ്സ് വരെ നമ്മൾ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനമെടുക്കുമ്പോൾ 10 തവണ ഇങ്ങനെ ചിന്തിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 10 തവണ ഇങ്ങനെ ചിന്തിക്കണം. കാരണം ദ ചാൻസ് ഈസ് ദാറ്റ് യു ആർ റോങ്. ഞാൻ പലരും 18-19 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികൾക്ക് ഉപദേശം കൊടുത്തിട്ട് പിന്നെ അവർ 25 വയസ്സാകുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അന്ന് സാറ് പറഞ്ഞത് ശരിയായിരുന്നു, അന്ന് ഞാൻ ചിന്തിച്ചുണ്ടാക്കിയതൊക്കെ ശുദ്ധ അബദ്ധങ്ങളായിരുന്നു, അതനുസരിച്ച് ഞാനിന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാനിന്ന് പടുകുഴിയിലായാനേ. പ്രിയപ്പെട്ട ലയൺസിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ, അതിൻ്റെ സംഘാടകരെ, അവരുടെ കുടുംബത്തിൽ വന്നിരിക്കുന്ന മറ്റ് ഞങ്ങളെ 4 പേരെ ഇവിടെ വിളിച്ച് ഇവിടെ ഇന്നൊരു സ്വീകരണം തരുന്നത് ആരോടും പ്രത്യേകിച്ച് പ്രതിബദ്ധതയോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണ് ഈ നാടിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ ലയൺസ് ക്ലബ്ബുമായിട്ട് സംഘടിച്ചുകൊണ്ട് ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഞങ്ങളുടെ കൈത്താങ്ങായിട്ട് നിൽക്കാൻ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പറഞ്ഞ പോലെ ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്.
അധ്യക്ഷൻ ശ്രീ TL ജോസഫ് അവർകളെ, ബഹുമാനായ ഡോക്ടർ സന്തോഷ് ജോയി അവർകളെ, സായം സന്ധ്യയിൽ പരസ്പരം സ്നേഹം കൈമാറുകയും ഈ കുടുംബാംഗങ്ങളൊക്കെ പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. ഈ ലയൺസ് ക്ലബ്ബ് തീർച്ചയായിട്ടും പരസ്പരം കുടുംബാംഗങ്ങൾ പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം, ഒരു സന്തോഷം, അത് വളരെ വലുതാണ് എന്ന് പറയുവാൻ കഴിയും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. ഞാനിനി പഠിച്ചു വരണം, എൻ്റെ ജനങ്ങളോടുകൂടി ചേർന്ന് നിന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇനി അവരുമായി പഠിച്ചു വന്നിട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകുവാൻ. അതിനായി ഞാൻ അവരുടെ കൂടെയാണ്. എന്നാലും ഈ ക്ലബിനെ കുറിച്ച് എനിക്ക് കുറച്ച് അറിവുണ്ടെങ്കിലും ഞാൻ അതിനെപ്പറ്റി 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഈ കോവിഡ് മാതിരി വന്നപ്പോഴും ഈ ക്ലബിൽ വേണ്ട സഹായങ്ങളൊക്കെ അവർ ചെയ്തു കൊടുത്തു. വെള്ളപ്പൊക്കം എന്ന മഹാമാരി വന്നപ്പോഴത്തേക്കും അവർ വേണ്ട സഹായം ചെയ്തു കൊടുത്തതായാണ് ഞാൻ അറിഞ്ഞത്. ആദ്യമായി ഞാനടക്കമുള്ള ജനപ്രതിനിധികൾക്ക് നല്ലൊരു സ്വീകരണം നൽകി ആദരിച്ച ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളോട് ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊള്ളട്ടെ. ക്ലബ്ബ് മാന്നാനത്ത് 2017 ഏതാണ്ട് 20 പേർ ചേർന്ന് പ്രവർത്തനം തുടങ്ങി. ഇന്ന് കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു ലയൺസ് ക്ലബ്ബ് ആയി മാറിയിരിക്കുകയാണ്. Second prize രണ്ട് പേർക്കുണ്ട്, ജോർജ് ജോസഫ് ആൻഡ് ഫെലിക്സ് ജോർജ്. അടുത്ത സുന്ദരിക്ക് കൊട്ടുകൂടി മത്സരം അൽവീന. സെക്കൻഡ് ലിപിയ. പുഞ്ചിരി മത്സരം കിഡ്സ്, ഫസ്റ്റ് പ്രൈസ് ഇഷാൻ. സെക്കൻഡ് പ്രൈസ് രണ്ട് പേർക്കുണ്ട്, എയ്ഡൻ ആൻഡ് ആസിഫ്. അടുത്ത പുഞ്ചിരി മത്സരം ലയൺസ്, ഫസ്റ്റ് പ്രൈസ് ജോസഫ് വർഗീസ്. സെക്കൻഡ് പ്രൈസ് 3 പേർക്കുണ്ട്, ഫസ്റ്റ് പ്രൈസ് ജോസഫ് വർഗീസ്. സെക്കൻഡ് പ്രൈസ് 3 പേർക്കാണ്, സുധാകരൻ, ജോർജ് ജോസഫ്, ഫെലിക്സ് ജോർജ്. ഫസ്റ്റ് പ്രൈസ് ജോസഫ് വർഗീസ്, സെക്കൻഡ് പ്രൈസ് സുധാകരൻ, ജോർജ് ജോസഫ്, ഫെലിക്സ് ജോർജ്. പുഞ്ചിരി മത്സരം ലയണസ്, ഫസ്റ്റ് പ്രൈസ് ആൻസി ജോസ്. സെക്കൻഡ് പ്രൈസ് ലിതിയ. പുഞ്ചിരി മത്സരം ലയണസ്, ഫസ്റ്റ് പ്രൈസ് ആൻസി ജോസ്. സെക്കൻഡ് പ്രൈസ് ലിതിയ. മൊമെന്റോ സ്വീകരിക്കുന്നതിന് എന്നെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടറിൽ നിന്ന് ആ ഡോക്ടറെ കൊച്ചിന് ആ സമ്മാനം സ്വീകരിക്കാനുള്ള അസുലഭ സന്ദർഭവും ഈ അവസരത്തിൽ ഉണ്ട്. എല്ലാവരും നല്ല കൈകൾ കൊടുക്കുന്നതാണ് നല്ല കടനാട്ടുവാൻ. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കുള്ളത്, നമ്മളിന്ന് വന്നിരിക്കുന്നവരിലെല്ലാം ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഒരു ഭാഗവതിയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ കുറി കൂടിയുണ്ട്. നമ്മൾ വന്നിരിക്കുന്നവരുടെ സീരിയൽ നമ്പർ അനുസരിച്ചാണ് അതിന് ഏറ്റവും കുഞ്ഞു കൊച്ചിനെ വിളിച്ച് ഒരു കുറി എടുക്കുന്നതായാലും അതിന് എൻ്റെ കടയിൽ നിന്നുള്ളൊരു സമ്മാനം അതിനുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പിടിക്കുക. നമ്പർ വായിക്കും. അത് എവിടെയാണ് നമ്മുടെ രജിസ്റ്ററിലുണ്ട് അവരുടെ നമ്പർ. നമ്പർ 54 വന്നിരിക്കുന്നത് വർഗീസ് മാത്യു വീണ്ടും സമ്മാനത്തിന് അർഹനായിരിക്കുകയാണ്. ഇവിടെ ക്ഷണിച്ചു വരുത്തിയ വിശിഷ്ടാതികൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ലയൺസ് കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, മറ്റംഗങ്ങളെ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അംഗങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണസ്നേഹത്തിലുള്ള വിശിഷ്ടാതികൾ, മറ്റെല്ലാ വ്യക്തികളും, വ്യക്തിഗതങ്ങൾക്കും കുടുംബാംഗങ്ങളും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സിന്ധു, ഗുജറാത്ത, മറാഠ, ദ്രാവിഡ, ഉത്തര, ബംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉജ്ജല, ജലതിതരംഗ.
ചോദിക്കുകയാണ്. ഭർത്താവ് എഴുതിയിരിക്കുന്നത് മീൻ കറി എന്നാണ്. ഭാര്യ ഫിഷ് കറി. ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് ആയിരുന്നുള്ള ഫിഷ് കറി അപ്പോൾ സെയിം ആണ്.